ഹലോ അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇതാ രാവിലത്തെ ദോശ ഇടലാണ് പരിപാടി കേട്ടോ. ഉഴുന്ന് ദോശയായിരുന്നേ. എപ്പോഴും പൊങ്ങുമൊക്കെ ചെയ്യും, ബട്ട് കുറച്ച് വെള്ളം കൂടിപ്പോയോ എന്നൊരു ഡൗട്ടുണ്ട്. അതുകൊണ്ട് കട്ടി കുറവായിരുന്നു കേട്ടോ ദോശക്ക്. അങ്ങനെ ദോശയ്ക്ക് ചുട്ട് എനിക്ക് നല്ല മുരുമുരുള്ള ദോശയാണ് കേട്ടോ ഇഷ്ടം. എനിക്ക് അങ്ങനത്തെ ദോശ ഇഷ്ടം. കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ദോശയെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് നമ്മൾ ചുട്ടത്. നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ട്, പക്ഷെ ഇത്ര വലുപ്പമില്ല. അപ്പോൾ നമ്മൾ ഇതിലാണ് ചുടാറ്. അങ്ങനെ പിന്നെ ദോശ കറി നമ്മൾ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. നമുക്ക് മീൻകറി ഉണ്ടായിരുന്നു, തേങ്ങ അരച്ച് വെച്ച മീൻകറി ഉണ്ടായിരുന്നു ഇന്നലത്തെ. ഇന്ന് രാവിലെ കൂട്ടിയാലും ഉച്ചക്കത്തെ കൂട്ടിയാലും തീരാത്ത മീൻകറി ഉണ്ടായതുകൊണ്ട് അത് പിന്നെ അങ്ങനെ തന്നെ വെച്ചിട്ടോ. അത് കൂട്ടിയിട്ട് തന്നെ രാവിലെ ദോശ കൊണ്ടുപോകാൻ. അങ്ങനെ നമ്മൾ ദോശയൊക്കെ സെറ്റാക്കി രാവിലെ തന്നെ വേഗം ദോശ നമ്മളൊരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ദോശയൊക്കെ കഴിക്കും കേട്ടോ. രാവിലത്തെ ഭക്ഷണം കഴിക്കും 10 മണിന്നാല്. അപ്പം പിന്നെ നമ്മൾ പണിയെല്ലാം വേഗം തീരുണ്ടോ. നേരെ വൈകിയ ഭക്ഷണം കഴിക്കാൻ നേരെ വൈകിയ പണിയും നേരെ വൈകും. അങ്ങനെ ചോറിനൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറൊക്കെ വേഗമാവും. എന്താ മീൻ കൊണ്ടുവന്നിട്ടുണ്ട്. മീൻ വെള്ളത്തിലിട്ട് വെച്ചക്ക്. ഇതിൻ്റെ പേരൊക്കെ എന്തോ പറഞ്ഞു, ഒരു ചൈനക്കാരൻ്റെ പേരായിട്ട് തോന്നി. ചൗച്ചോവോ ചീച്ചുവോ എന്തോ അങ്ങനെ എന്തോ പറഞ്ഞു. എന്തൊക്കെ ഒരു മീനിൻ്റെ വായിലൊരു കുഞ്ഞു മീൻ. അതിനെ കഴിക്കാനുള്ള പരിപാടിയിൽ നിൽക്കുമ്പോഴാണ് തോന്നുന്നു വലയിൽ കുടുങ്ങിയതിൽ. പാവം. അങ്ങനെതാ ചോറെല്ലാം വെന്ത് വാർത്ത് നമ്മളിതാ മീൻ പൊരിക്കാൻ വെച്ച് കേട്ടോ. മീൻ പൊരിച്ചാലേ നമ്മൾ വരൽ ചിലവാവുള്ളൂ കേട്ടോ. അങ്ങനെതാ ചോറ് നമ്മളിവിടെ ഇങ്ങനെയാണേ ഊറ്റുന്നത്. ഈ ഊറ്റുന്നതിലടിയിലതാ ഇങ്ങനെയാണ് ഊറ്റുക. അപ്പോൾ കഞ്ഞിക്കലത്തിലല്ല വാർക്കുക കേട്ടോ. നമ്മൾ ഇവിടെ ഇങ്ങനെയാണ് മലപ്പുറത്ത്. ചോറ് ഊറ്റി എൻ്റെ അവിടെ വയനാട്ടിലൊക്കെ നമ്മൾ കഞ്ഞിക്കലത്തിലാണ് ഊറ്റുക. ഈ കൈ പിടിച്ചിരിക്കുന്നത് എന്താ പറയുക എൻ്റെ അവിടെയൊക്കെ ഇവിടെ ഡവറാന്നാണ് പറയുക. എന്താലേ. അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങി. കുഞ്ഞിപ്പെണ്ണിനെ ഉറക്കി കഴിഞ്ഞ ശേഷം വേഗം കുളിയെല്ലാം പാസ്സാക്കി നമ്മൾ സ്ഥലത്തേക്ക് പോയതാണ്. അങ്ങനെ നമ്മൾ സ്ലോ മോഷനിൽ നടക്കുന്ന വീഡിയോസൊക്കെ എടുത്തിട്ടോ. നമ്മളെ കൂടെ നമ്മളെ ഫ്രണ്ടോ ആരോ മോളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ ഫോട്ടോ എടുക്കാനൊക്കെ വേറെ ആൾ തന്നെ ഉണ്ടായിരുന്നു നമുക്ക്.